Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ക്ലാസ് 12ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സെപ്റ്റംബർ 2022 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. Now we can move to the first question. Section A ലുള്ള MCQ question ആണ്. First question is according to Coulomb's law, which is the correct relation for the following figure. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. സോ ഇതില് which is the correct relation എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ വി ഹാവ് ടു ചാർജസ്, Q1 Q2 ആണ് ചാർജസ്. അതിനകത്ത് രണ്ട് ഫോഴ്സസിന്റെ ഡയറക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഒന്ന് F12 ആണ്, F21 തന്നിട്ടുണ്ട്. അതായത് F12 മീൻസ് Q1ല് Q2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് F12 ആൻഡ് F21 ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ Q2 ഡ്യൂ ടു Q1. ഓക്കെ, അപ്പോ അത് രണ്ടും ഡയറക്ഷൻസ് നോക്കുമ്പോൾ എങ്ങനെയാണ്? ദേ ആർ അട്രാക്റ്റീവ് ആണ്. രണ്ടും അട്രാക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് ഏതായിരിക്കും ഇതിൽ വരുന്ന കറക്റ്റ് റിലേഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അട്രാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അൺലൈക്ക് ചാർജസ് ആണ്. സോ ഇതിൽ ഇനി ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആവാൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ Q1 Q2 ഗ്രേറ്റർ ദാൻ 0, ഓപ്ഷൻ ബി Q1 Q2 ലെസ് ദാൻ 0, then option C Q1 Q2 is equal to 0, and option D 1 greater than Q1 by Q2 greater than 0. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? നമ്മൾ പറഞ്ഞു അട്രാക്റ്റീവ് ആണ്, അതായത് അൺലൈക്ക് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണെന്നുണ്ടെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? യെസ്, Q1 Q2 ഷുഡ് ബി ലെസ് ദാൻ 0. ഓക്കെ, പോസിറ്റീവും നെഗറ്റീവും ആവും. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ ബി Q1 Q2 ലെസ് ദാൻ 0 ഇസ് ദ കറക്റ്റ് ആൻസർ. The next question is the electric potential on the axis of an electric dipole at a distance r from its center is V. Then the potential at a point at the same distance on its equatorial line will be. The options 2V, option B minus V, option C V by 2, and option D 0. ഓക്കെ, എന്താണ് തന്നിട്ടുള്ളത്? അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളില്, അതായത് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ഇറ്റ് സെന്റർ, അതിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഇസ് V. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, 1/4πε0 ദെൻ P cos θ by r² ആണ് അല്ലെ. P cos θ by r² ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ഓൺ ഇറ്റ്സ് ഇക്വറ്റോറിയൽ ലൈൻ വിൽ ബി. നമ്മൾ കണ്ടതാണ്, രണ്ട് സ്പെഷ്യൽ കേസസ് പറഞ്ഞതാണ്. അതായത് ഇക്വറ്റോറിയൽ ലൈനിലാവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? യെസ്, ദാറ്റ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി വരുന്ന സമയത്ത് അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാവും എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് 1/4πε0 cos 90/r² ആണ് വരിക. P into cos 90/r². അതായത് cos 90 0 ആണ് അല്ലെ. സോ ആൻസർ വിൽ ബി 0. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 0 വിൽ ബി ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ഇലക്ട്രിക് dipole. Next question is the temperature dependence of resistivity of materials A and material B is represented by figure 1 and 2 respectively. Identify the material A and material B. ഇപ്പോൾ രണ്ട് മെറ്റീരിയൽസിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്, അതായത് ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. സോ ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്, അതായത് ഏതാണ് മെറ്റീരിയൽ എ ഏതാണ് മെറ്റീരിയൽ ബി എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. Option A, material A is copper and material B is germanium. Option B, material A is germanium and material B is copper. Then option C, material A is nichrome and material B is germanium. Option D, material A is copper and material B is nichrome. അപ്പൊ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ? അപ്പൊ ഗ്രാഫുകളുടെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം അല്ലെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക എന്നുള്ളത്. അതായത് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലെ. അതായത് കോപ്പർ എന്ന് പറയുന്നത് കണ്ടക്ടർ ആണ്. സോ ദാറ്റ് റെസിസ്റ്റിവിറ്റി ഓഫ് കോപ്പർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. സോ മെറ്റീരിയൽ ബി എന്ന് പറയുന്നത് ഏതായിരിക്കും? കോപ്പർ ആണ് അല്ലെ. കോപ്പറിലാണ് എന്ത് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ, അതായത് ജെർമേനിയം സെമി കണ്ടക്ടർ ആണ്. അപ്പൊ സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ വിൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. അതായത് മെറ്റീരിയൽ എ അപ്പൊ ഏത്
മെറ്റീരിയൽ ആണ് വരുന്നത്? യെസ്, ദാറ്റ് ഈസ് ജെർമേനിയം. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? Option B is the correct answer. That is, material A is germanium and material B is copper. Okay. The next question is, an iron cord coil is connected in series with an electric bulb with an AC source as shown in the figure. When iron piece is taken out of the coil, the brightness of the bulb will, options decrease, option B increase, option C remain unaffected, and option D fluctuate. അതായത് ഒരു അയൺ കോർഡ് കോയിലാണ് ഇവിടെ കണക്ട് ചെയ്ത്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇലക്ട്രിക് ബൾബുമായിട്ട്. ഓക്കെ, ഒരു AC സോഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി വെൻ ദി അയൺ പീസ് ഇസ് ടേക്കൺ ഔട്ട് ഓഫ് ദി കോയിൽ, അതായത് ഈ കോയിലിൽ നിന്ന് അയൺ പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബ്രൈറ്റ്നസ് ഓഫ് ദി ബൾബ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബ്രൈറ്റ്നസിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുക? അയൺ പീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന് എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ഡിക്രീസ് അല്ലെ, അതായത് XL ഡിക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. സോ ബ്രൈറ്റ്നസ് ഓൾസോ വിൽ ഇൻക്രീസ്. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ B is the correct answer. That will increase. The brightness of the bulb will increase. Now we can move to the next question. Which of the following statement is not true about the properties of electromagnetic waves? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് നോട്ട് ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കാണേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ്, ദീസ് വേവ്സ് ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം ഫോർ ദയർ പ്രൊപ്പഗേഷൻ. പ്രൊപ്പഗേഷൻ എന്താ ആവശ്യമില്ല? മെറ്റീരിയൽ മീഡിയം ഈസ് നോട്ട് റിക്വയർഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് അറ്റൈൻ ദി മാക്സിമം ആൻഡ് മിനിമം അറ്റ് ദി സെയിം ടൈം. അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സിന് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കിട്ടുന്നത് സെയിം ടൈമിലാണെന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ്, ദ എനർജി ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇസ് ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അതായത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് ഇടയ്ക്ക് എന്താണ്? അവയുടെ എനർജി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ തേർഡ് statement. And fourth statement is, both electric and magnetic field vectors are parallel to each other. Electric and magnetic field vectors are mutually പാരലൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലേതായിരിക്കും ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓക്കെ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതെ, വളരെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ആൻസർ ആണ് അല്ലെ, അതായത് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു. സോ ഓപ്ഷൻ D is the correct answer. They will be perpendicular. ഓക്കെ, പാരലൽ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. The next question is, in a Young's double slit experiment, the path difference at a certain point on the screen between two interfering waves is 1/8 of the wavelength. The ratio of intensity at this point to that at the center of a bright fringe is close to. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 1/8 ഓഫ് വേവ് ലെങ്ത് ആണ്. അതായത് λ/8 ആണ് വേവ് ലെങ്ത്. നമുക്ക് കാണേണ്ടത് റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ആണ്. അതായത് ഇന്റൻസിറ്റിയുടെ റേഷ്യോ ആണ് അറ്റ് ദിസ് പോയിന്റ് ടു ദാറ്റ് അറ്റ് ദി സെന്റർ ഓഫ് എ ബ്രൈറ്റ് ഫ്രിഞ്ച്. അതായത് ഈ റേഷ്യോ, അതായത് ഇന്റൻസിറ്റി ഓഫ് that point to intensity at the center of the fringe ആണ് കാണേണ്ടത്. അപ്പൊ അവയുടെ റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ കാണാൻ പറ്റും? സോ ഹിയർ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/8 ആണ്. ഇനി പാത്ത് ഡിഫറൻസ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാലോ. ഫേസ് ഡിഫറൻസ് വിൽ ബി 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. അതായത് 2π/λ ഇൻറ്റു λ/8 ആണ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്നത് എന്താണ്? π/4 ആണ്. ഓക്കെ, ഇനി ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I is equal to I0 ഇൻറ്റു cos സ്ക്വയർ π/4/2 വരും അല്ലെ. അതായത് I0 ഇൻറ്റു cos സ്ക്വയർ π/8 ആണ്. നമുക്ക് കാണേണ്ടത് I/I0 ആണ്. ദാറ്റ് ഈസ് cos സ്ക്വയർ π/8 ആണ് കാണാനുള്ളത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.92 the whole square. ദാറ്റ് ഈസ് 0.846 അല്ലെങ്കിൽ we can round it off to 0.85. So 0.85 ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ D, 0.85. The next question is, the work function for a metal surface is 4.14 electron volt. The threshold wavelength for this metal surface is options 4125 angstrom, 2062.5 angstrom, then option C 3000 angstrom and option D 6000 angstrom. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4.14 അല്ലെ. നമുക്ക് കാണേണ്ടത് ത്രെഷോൾഡ് വേവ് ലെങ്ത് ആണ്. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം?
Yes, that is വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4.14 ആണ്. ദാറ്റ് ഈസ് HC ബൈ ലാംഡ 0 ആണ്. അപ്പൊ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ 0 കാണാമല്ലോ. അതായത് ലാംഡ 0 ഇൻറ്റു 4.14 വിൽ ബി ഈക്വൽ ടു HC ആണ്. സോ ലാംഡ 0 വിൽ ബി ഈക്വൽ ടു HC ഡിവൈഡഡ് ബൈ 4.14. ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ അതിനൊന്ന് ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 10 to the power minus 19 ആണ്. സോ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ 2.989 into 10 to the power minus 7, that is 3000 angstrom ആണ് correct answer. That is option C. 3000 angstrom is the correct answer. Next we have assertion and reason. അപ്പോൾ നമുക്ക് ഓൾറെഡി ഓപ്ഷൻസ് അറിയുന്നതാണ്, എങ്കിലും ഒന്നും കൂടെ പറയാം. ഓപ്ഷൻ എ എന്തായിരിക്കും? ബോത്ത് assertion and reason are true and reason is the correct explanation of assertion ആണ്. ഓപ്ഷൻ ബി both assertion and reason are true but reason is not the correct explanation of assertion ആണ് ഓപ്ഷൻ ബി വരിക. ഓപ്ഷൻ സിയിൽ assertion A is true but reason is false. ഇനി ഓപ്ഷൻ ഡിയിൽ assertion is false but reason is true. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് അസേർഷൻ തന്നിട്ടുള്ളത് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇൻക്രീസസ് ഓൺ ഡോപ്പിംഗ് എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇൻക്രീസസ് ഓൺ ഡോപ്പിംഗ്. ഡോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ ഇൻക്രീസസ് എന്നുള്ളതാണ് അസേർഷൻ. ദെൻ റീസൺ ഈസ് ഡോപ്പിംഗ് ഓൾവേസ് ഇൻക്രീസസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സെമി കണ്ടക്ടേഴ്സ്. അതായത് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് സെമി കണ്ടക്ടറിൽ എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായിരിക്കും? വാട്ട് അബൌട്ട് അസേർഷൻ? അസേർഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ആദ്യം നോക്കണം അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. എന്നിട്ട് അവയ്ക്കിടയിലുള്ള കണക്ഷൻ കറക്റ്റ് ആണോ നോക്കണം. കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അസേർഷൻ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അതായത് ഡോപ്പിംഗ് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് കറക്റ്റ് ആണ് അല്ലെ. അതായത് ഡോപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഫ്രീ കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യും, അതായത് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ അസേർഷൻ ഈസ് ട്രൂ. ഇനി വാട്ട് അബൌട്ട് റീസൺ? റീസണിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓൾവേസ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി സെമി കണ്ടക്ടർ വെൻ ഡോപ്പിംഗ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡോപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഇലക്ട്രോൺസ് ആണോ ഇൻക്രീസ് ചെയ്യുന്നത്? അല്ല അല്ലെ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ഡോപ്പിംഗ്. അത് ടൈപ്പ് ഓഫ് ഡോപ്പിങ്ങിനനുസരിച്ച് മാറ്റം വരും. അതായത് അതിനകത്ത് എൻ ടൈപ്പ് ആണോ പി ടൈപ്പ് ആണോ ആഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് എന്ത് വ്യത്യാസം വരും? ഉണ്ടാവുന്നത് ഇലക്ട്രോൺസ് ആണോ ഹോൾസ് ആണോ എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും. സോ നമുക്ക് റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അതായത് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. The next question is, assertion is given as in an interference pattern observed in Young's double slit experiment, if the separation d between coherent source as well as the distance d, capital D, of the screen from the coherent source both are reduced to 1/3, then new fringe width remains the same. അപ്പോൾ അസേർഷൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതായത് സ്മോൾ ലെറ്റർ ഡിയുടെ വാല്യൂ, അതായത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു സ്ലിറ്റ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദി സോഴ്സ്. അപ്പൊ ഇവ തമ്മിലുള്ള രണ്ട് ഡിസ്റ്റൻസുകളും 1/3 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ന്യൂ ഫ്രിഞ്ച് വിഡ്ത്ത് വിൽ ബി ദ സെയിം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ റീസൺ ഈസ് ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ ഡി ബൈ ക്യാപിറ്റൽ ഡി എന്നുള്ളതാണ് റീസൺ. അപ്പൊ നമുക്കത് ട്രൂ ആണോ, അതായത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നോക്കണം. അപ്പൊ ഫസ്റ്റ് കേസ് ഒന്ന് നോക്കി നോക്കാം. തന്നിട്ടുള്ളത് എന്താണ്? അതിന്റെ ഡിസ്റ്റൻസുകൾ രണ്ടും എന്താക്കി മാറ്റിയിട്ടുണ്ട്? 1/3 ആക്കി മാറ്റി. അപ്പൊ നമുക്ക് ഇനീഷ്യലി ഉണ്ടാവുന്ന ഫ്രിഡ്ജ് വിഡ്ത്ത് എങ്ങനെ കാണാം? ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആണ് അല്ലെ. അപ്പോ ക്യാപിറ്റൽ ഡി ബൈ 3 ആവും. സ്മോൾ ലെറ്റർ ഡി എന്തായിട്ട് മാറും? സ്മോൾ ലെറ്റർ ഡി ബൈ 3 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫൈനൽ ഫ്രിഞ്ച് വിഡ്ത്ത് ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ 3 ഡിവൈഡഡ് ബൈ ഡി ബൈ 3. അപ്പൊ 3 ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി തന്നെയാണ്. അതായത് ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല. അപ്പൊ എന്ത് പറയാം? അസേർഷൻ ട്രൂ ആണ്. ഇനി വാട്ട് അബൌട്ട്
റീസണിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ ഡി ബൈ ക്യാപിറ്റൽ ഡി ആണ്. ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ കണ്ടതാണ്, ലാംഡ ഇൻറ്റു ക്യാപിറ്റൽ ഡി ബൈ ഡി ആണ്. അതായത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആണ്. പക്ഷെ നമുക്ക് തന്നത് സ്മോൾ ലെറ്റർ ഡി ബൈ ക്യാപിറ്റൽ ഡി അല്ലേ, അപ്പൊ എന്തായിരിക്കും, റീസൺ ഈസ് ഫാൾസ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ഏതാണ്, കറക്റ്റ് ആൻസർ ഏതായിരിക്കും, അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അതായത് ഓപ്ഷൻ സി, assertion is true but reason is false. Clear? Now we have a 2-mark question. The electromagnetic waves with wavelength lambda 1 is suitable for radar systems used in aircraft navigation. Then lambda 2 is used to kill germs in water purifiers and lambda 3 is used to improve visibility in runways during fog and mist conditions. Okay, then identify and name the part of the electromagnetic spectrum to which these radiations belong. Also arrange these wavelengths in the ascending order of their magnitude. Okay, ഇതിൽ ഏതൊക്കെയാണ്, അതായത് ലാംഡ 1, ലാംഡ 2, ലാംഡ 3 എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് വി ഹാവ് ടു അറേഞ്ച് ദം ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഫസ്റ്റ് ലാംഡ 1 എന്തിനു സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്, റഡാർ സിസ്റ്റംസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് നാവിഗേഷൻ ആണ്. അപ്പോൾ റഡാർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, യെസ് ദാറ്റ് ഈസ് മൈക്രോവേവ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഹാഫ് മാർക്കാണ് കിട്ടുന്നത്. ദെൻ സോ ഫസ്റ്റ് വൺ ഈസ് മൈക്രോവേവ്. Then next one, lambda 2 is used to kill germs in water purifiers. Germsനെ kill ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ പ്യൂരിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്, യെസ് ദാറ്റ് ഈസ് അൾട്രാവയലറ്റ്. സോ ദാറ്റ് ഈസ് അൾട്രാവയലറ്റ് റേസ്. ആൻഡ് തേർഡ് വൺ ഈസ് lambda 3 is used to improve visibility in runways ഡ്യൂറിങ് ഫോഗ് ആൻഡ് മിസ്റ്റ് കണ്ടീഷൻസ്. അതേതാണ്, യെസ് ഇൻഫ്രാറെഡ് ആണ്. ഇനി അവയെ എങ്ങനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറ്റും, അതായത് ലാംഡ 2 അതായത് അൾട്രാ വയലറ്റ്, ദെൻ ഇൻഫ്രാറെഡ്, then we have microwave, that is lambda 2 less than lambda 3 less than lambda 1 എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ എല്ലാം 4 ആൻസറിനും ഹാഫ് മാർക്ക് വീതം ടോട്ടൽ 2 മാർക്കാണ് കിട്ടുന്നത്. Now we can move to the last question. This is also a 2-mark question. Here the question is, a uniform magnetic field gets modified as shown in the figure when 2 specimens A and B are placed in it. Okay, the രണ്ട് സ്പെസിമെൻസ് തന്നിട്ടുണ്ട്, എയും ബിയും. when they are placed in a uniform magnetic field they will be getting modified. അപ്പൊ അതിന്റെ മോഡിഫിക്കേഷൻ ആണ്, അതിന്റെ ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതില് ഐഡന്റിഫൈ സ്പെസിമെൻ എ ആൻഡ് ബി. ഇതിൽ നിന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലെ, ഏതാണ് സ്പെസിമെൻ എ, ദെൻ ബി. എ എന്താണ്, എക്സ്പെൽ ചെയ്യുന്നതാണ്, സോ ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. And which is specimen B. Specimen B ഏതാണ്, yes that is paramagnetic. Okay, next question, how is the magnetic susceptibility of specimen A different from that of specimen B? എയുടെയും ബിയുടെയും മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എയുടെ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എങ്ങനെയായിരിക്കും, യെസ് സ്മോൾ ആൻഡ് നെഗറ്റീവ് ആണ്, ആൻഡ് ദാറ്റ് ഓഫ് ബി വിൽ ബി സ്മോൾ ആൻഡ് പോസിറ്റീവ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.